പ്രതിപക്ഷ ഉപനേതൃപദവി വേണമെന്ന സിപിഐയുടെ കടുംപിടുത്തത്തിൽ വെട്ടിലായി സിപിഎം നേതൃത്വം. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിഷയം ചർച്ച ചെയ്തേക്കും. ദേശീയ നേതൃത്വത്തെ ഇടപെടുത്തി അനുകൂല തീരുമാനമുണ്ടാക്കിയെടുക്കാനാണ് സിപിഐയുടെ ആലോചന. കെ രാജനെ പ്രതിപക്ഷ ഉപനേതാവാക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ലെന്നാണ് ഇന്നലെ ചേർന്ന സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചത്. സിപിഎമ്മിന് മുന്നിൽ വഴങ്ങേണ്ട കാര്യമില്ലെന്നും യോഗത്തിൽ അഭിപ്രായമുണ്ടായി. പദവി തന്നില്ലെങ്കിൽ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കണമെന്ന അഭിപ്രായങ്ങളുണ്ടായെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടില്ല. സിപിഎം ജനറൽ സെക്രട്ടറി എ രാജയും സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയും തമ്മിൽ സംസാരിക്കട്ടെ എന്ന നിലപാടിലാണ് സിപിഐ നേതൃത്വം നിലവിലുള്ളത്. എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പങ്കുവച്ചത്. ഇടതുപക്ഷം ഒരു വെറും പക്ഷമല്ല, അതിന് രാഷ്ട്രീയ ബോധമുണ്ട്, രാഷ്ട്രീയ ഐക്യമുണ്ട്, രാഷ്ട്രീയ നിലപാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വർഷങ്ങളും തീർക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛയുണ്ട് LDFിൽ ഓരോ പാർട്ടിക്കും. അത് CPIക്കുണ്ട്, CPMനുണ്ട്. CPI ആരുടെ മുന്നിൽ വഴങ്ങേണ്ടതില്ലെന്ന് ദേശീയ നേതാവ് ആനി രാജയും പ്രതികരിച്ചു. പാർട്ടിക്ക് ആരുടെയും മുന്നിൽ അതിൻ്റെ അഭിമാനമോ അല്ലെങ്കിൽ അതിൻ്റെ അന്തസ്സത്തയോ ഒന്നും പണയം വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സൂചിപ്പിച്ച ഈ വിഷയമെന്ന് പറയുന്നത് അത് അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് എന്താണെന്നുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും. ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. അത്തരം പ്രശ്നങ്ങൾ CPM CPI സംഭാഷണത്തിലൂടെ പരിഹരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. CPIക്ക് മുന്നിൽ വഴങ്ങേണ്ടതില്ലെന്നാണ് നിലവിലെ CPMന്റെ തീരുമാനം. പ്രതിപക്ഷ ഉപനേതൃ പദവി CPM തന്നെ കയ്യിൽ വെക്കുന്ന കീഴ്വഴക്കത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന നിലപാടും CPM എടുത്തിട്ടുണ്ട്. എന്നാൽ CPIയുടെ കടുത്ത സമ്മർദ്ദത്തിന് മുന്നിൽ CPM വഴങ്ങുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. മീഡിയ 1 തിരുവനന്തപുരം.